സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹുവിന്റെ റിളയുള്ള ഒരു മുതബറക്കായ മജ്ലിസായി അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ ഹിജ്റ വർഷം 1447 വർഷം മുഹറം മാസത്തിലെ അതിപ്രധാനമായ 4-ാം ദിനം അവസാനിച്ച് അസ്തമിച്ചുകൊണ്ട് മുഹറം 5-ാം രാവിലേക്ക് കടന്നതായ ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് അതിപ്രധാനമായ ഒരല്പം ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പ്രധാനമായ ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി കൈവരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഉന്നമനം അള്ളാഹു നമുക്ക് നൽകാൻ അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ടതായ ഒരല്പം ദിക്റ് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മജ്ലിസാണ്. നമുക്കറിയാം, പണം എന്നത്, സമ്പത്ത് എന്നത് നമുക്ക് ജീവിക്കാനുള്ള ഇന്ധനമാണ്. സമ്പത്തില്ലാത്തവൻ വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാകുന്ന കാഴ്ച നാം ദിവസം കണ്ടുകൊണ്ടിരിക്കുക. ആയതിനാൽ സമ്പത്ത് എന്നത് അത് എല്ലാവർക്കും അത്യാവശ്യമാണ്. സമ്പത്തില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിന്റെ എല്ലാം, ആ ഖജനാവിന്റെ എല്ലാം ഉടമയായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു, നാം ഏത് ആളായിക്കോട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ലഭിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്കും അള്ളാഹു നൽകും എന്നുള്ള കാര്യത്തിൽ നാം ഉറച്ച് വിശ്വസിക്കുക. പക്ഷെ എപ്പോഴും ദുനിയാവ് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സ്മരണയിലായിക്കൊണ്ട് സമ്പത്ത് ലഭിച്ചാൽ എപ്പോഴും അതിനു വേണ്ടി, ഒരു കാരണമെങ്കിൽ എപ്പോഴും അതിനു വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. മറിച്ച് ആ കാർ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി മഖ്ബറകളിലും മസാറുകളിലും സിയാറത്ത് പോകാൻ വേണ്ടി നമ്മുടെ ഇലാഹിയായ ചിന്ത എങ്ങനെ വളർത്തണം, അതിന് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാ സമ്പത്തിനെയും നാം മാറ്റുമ്പോഴാണ് നാം വിജയിച്ചവരായി മാറുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് സമ്പത്ത് വേണം, അള്ളാഹുവിനെ മറക്കുന്ന രൂപത്തിലുള്ള സമ്പത്തല്ല, അള്ളാഹുവിന്റെ തൃപ്തി കൈവരുന്ന രൂപത്തിലുള്ള സമ്പത്ത്, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താനുള്ള സമ്പത്ത്, അതാകണം നമ്മുടെ ഇന്ധനം. അത് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ആദ്യമായി ചൊല്ലുന്ന ദിക്ർ എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ തന്നെയാണ്. കാരണം ഇസ്തിഗ്ഫാർ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് മാത്രമല്ല, മറിച്ച് നമുക്ക് സാമ്പത്തികമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കൈവരുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കപ്പെടുകയാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ എന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കുക, എന്നാൽ നിങ്ങൾക്ക് വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അത് കാരണമായി നിങ്ങൾക്ക് സാമ്പത്തികമായ വർധനവുണ്ടാകും, നിങ്ങളുടെ സന്താന വർധനവുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാറിന് പല നേട്ടങ്ങളുണ്ട്. നമുക്ക് ഇസ്തിഗ്ഫാറിലൂടെ തന്നെ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി എന്നുള്ള ദിക്റാണ് നാം ചൊല്ലുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ എന്റെ തെറ്റുകളിൽ നിന്ന് പാപമോചനം തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഉന്നതനായ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി, എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് വ അതൂബു ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്നുള്ള ദിക്ർ നാം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. ഇങ്ങനെ നാം പതിവാക്കിയാൽ, പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നാം ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക്
സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നാം അത് ചൊല്ലുക. അതുപോലെ നമ്മുടെ അവസാനത്തെ ദുആയിലും ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി ആരാവട്ടെ, കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ, ആർക്കും സാമ്പത്തികമായ ആവശ്യമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ദിക്ർ നാം ഒരുമിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഇൻഷാ അല്ലാഹ് ഇനി നാം ചൊല്ലുന്ന ദിക്ർ യാ ഗനിയു യാ അല്ലാഹ് യാ മുഗ്നി യാ അല്ലാഹ്. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? യാ ഗനിയു യാ അല്ലാഹ്, ഐശ്വര്യവാനായ അല്ലാഹ്. യാ ഗനിയു യാ അല്ലാഹ്, അല്ലാഹുവിനെ വിളിക്കുക. യാ ഗനിയു യാ അല്ലാഹ്. യാ മുഗ്നി യാ അല്ലാഹ്, ഐശ്വര്യമാക്കുന്ന അല്ലാഹ്, ഐശ്വര്യവാനായ അല്ലാഹ്, മറ്റുള്ളവരെ ഐശ്വര്യവാനാക്കുന്ന അല്ലാഹ്. ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നാം ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, 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 യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി
مغني يا الله يا غني يا الله يا 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 مغني يا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുഹറം മാസത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവന്റെ പ്രിയപ്പെട്ട നബിമാർക്ക് പ്രവാചകന്മാർക്ക് നൽകിയ ഈ ഒരു വേളയിൽ ഒരുപാട് അദാബുകളെ ഒരുപാട് പ്രതിസന്ധികളെ അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച അവർക്ക് പ്രതിസന്ധികളിൽ നിന്ന് വിമോചനം നൽകിയ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു നമ്മളുടെയും അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മളുടെയും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നാം ചൊല്ലുന്ന ദിക്ർ എന്ന് പറയുന്നത് സാമ്പത്തികമായി നമുക്ക് എല്ലാം കൊണ്ടും ഒരുപാട് സമ്പത്ത് അങ്ങോട്ട് തന്നു, പക്ഷെ അള്ളാഹുവിനെ സ്മരണയില്ല. അതുപോലെ നമുക്ക് അള്ളാഹു മതി, എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു മതി എന്നുള്ള ദിക്റാണ് നാം ചൊല്ലുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ ചെറിയ പൈതലുകളെ മക്കളെയൊക്കെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന താരാട്ട് ആയിട്ട് നാം പല ഉമ്മമാര് പാടാറുള്ള ബൈത്താണ്. ഏതാണത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്കെന്റെ റബ്ബ് മതി, ജല്ലല്ലാഹ് അവന്റെ സ്ഥാനം എത്രയോ മികച്ചിരിക്കുന്നു, ഉന്നതനായ റബ്ബ് എനിക്ക് മതി. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് എന്റെ മറ്റൊരാളും എന്റെ ഹൃദയത്തിലില്ല. മറ്റൊന്നും, മറ്റുള്ള ചിന്തകൾ, മറ്റുള്ള വിഷയങ്ങളൊന്നും എന്റെ ഹൃദയത്തിലേക്ക് കയറി കൂടിയിട്ടില്ല. എപ്പോഴും പണം അതല്ല, മറിച്ച് അള്ളാഹു മതി. അള്ളാഹു അല്ലാതെ, ഇലാഹിയായ സ്മരണയല്ലാതെ എന്റെ ഹൃദയത്തിലില്ല എന്നുള്ള ഈ ദിക്ർ നാം ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നാം ആ ദിക്ർ ചൊല്ലി, ആദ്യ ഇസ്തിഗ്ഫാർ ചൊല്ലി, പിന്നെ ആ ദിക്ർ ചൊല്ലി, അതിനുശേഷം നാം അൽഹംദുലില്ലാഹ് ഹസ്ബി റബ്ബി എന്നുള്ള ഈ ബൈത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ സമ്പത്തിന് വേണ്ടി ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യില്ല, നഷ്ടമല്ലാതെ ലാഭം ഒന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ്. അത് പലപ്പോഴും പറയാറുണ്ട്, കാരണവന്മാരുടെ പൊരുത്തമില്ലാത്ത, അവരുടെ തൃപ്തി ഇല്ലാതെ, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാത്ത, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പൊ അവരുടെ പൊരുത്തം കിട്ടാനുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് നാം ഇനി ചെയ്യുന്നത്. അതായത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അവരുടെ ഹദറത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം തഹ്ലീലുകൾ കൂടി ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ദുആയിലേക്ക് കടക്കുകയാണ്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله إن شاء الله فاتحة إخلاص معوذتين ഓതി നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة أولا إلى حضرة روح حبيبك سيدنا محمد صلى الله عليه وسلم. اللهم إلى حضرات أزواجه الطاهرات أمهات المؤمنين. اللهم إلى حضرات أصحابه البدرين والهدين والخندقين والخيبرين وسائر الصحابة رضي الله عنهم كلهم أجمعين. خصوصا وإلى حضرة من ماتوا منا من جدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وسائر أقربائنا
يا رب العالمين. اللهم وإلى حضرات أرواح آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وسائر أقربائنا يا رب العالمين. أرحم الرحيم يا الملك الجبار يا سيد الله. ഞങ്ങളിവിടെ പാരായണം ചെയ്തതായ സൂറത്തുകൾ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതായ ഇൽമുകളെ കബൂലാക്കണേ അല്ലാ. ഓതിയതായ അദ്കാറുകളെ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ചൊല്ലിയതായ ദിക്റുകൾ നിനക്ക് അറിയാമല്ലോ അല്ലാ. എന്ത് സതുദ്ദേശങ്ങൾ വെച്ചാണോ ഞങ്ങൾ ചോദിച്ചത് നിനക്കറിയാമല്ലോ അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതം നിനക്കറിയാമല്ലോ അല്ലാ. റബ്ബേ നിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളാണ്, മുഅ്മിനാത്തുകളാണ്. നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയതായ അനുഗ്രഹങ്ങളെ നിലനിർത്തണേ അല്ലാ. അനുഗ്രഹങ്ങളെ നിലനിർത്തണേ റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ശുക്ർ ചെയ്യാത്തതിന്റെ കാരണത്താൽ അതൊക്കെ എടുക്കപ്പെടുന്നതായ അവസ്ഥകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രത്യേകിച്ച് സാമ്പത്തികമായ അഭിവൃദ്ധി നീ നൽകണേ റഹ്മാനെ. കടക്കിണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരുപാട് നൂറ് കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ധനം ഞങ്ങൾ വിനിയോഗിക്കുന്നവരാണ് അല്ലാ. നിന്റെ എല്ലാവിധ സംരക്ഷണവും നീ നൽകണേ റഹ്മാനെ. കടക്കിണികളിൽ നിന്ന് ഞങ്ങളെ എത്രയും പെട്ടെന്ന് വിമുക്തമാക്കണേ അല്ലാ. പല ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവരാണ്. വീട്ടാൻ നീയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല അല്ലാ. എല്ലാ ഹലാലായ അനുഗ്രഹങ്ങളുടെ വഴികൾ നീ തുറന്നു നൽകണേ റഹ്മാനെ. നീ ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഇഷ്ടജനങ്ങൾ ആരെല്ലാം എവിടെയെല്ലാം മരണപ്പെട്ട് കിടക്കുന്നു, വാപ്പ വഴിക്ക്, ഉമ്മ വഴിക്ക്, വിവാഹബന്ധം വഴിക്ക്, മുഴുവൻ കുടുംബാദികളുടെ ഹലറത്തിലേക്ക് ഞങ്ങളുടെ ഓതിയതായ സൂറത്തുകളുടെ മിശ്ര സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. അത് കാരണമായ അവരുടെ ദറജയെ നീ ഉയർത്തണേ അല്ലാ. റബ്ബേ അവരുടെ പൊരുത്തമുള്ള, അവരുടെ തിരുനോട്ടമുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ പ്രതീക്ഷകളാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പല തലങ്ങളിൽ പഠിക്കുന്നവരാണ് അല്ലാഹ്. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സമൂഹത്തിന് മുന്നിൽ പ്രാപ്തരാക്കണേ അല്ലാഹ്. അവരുടെ ജീവിത മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പേടിക്കുന്ന, ഞങ്ങൾ വെറുക്കുന്ന അവസ്ഥകളിൽ നിന്ന്, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എപ്പോഴും ആശുപത്രി സന്ദർശകരായി പോകുന്ന അവസ്ഥകൾ, അത്തരം രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ റഹ്മാനെ.
اللهم عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين. അതുപോലെ തന്നെ നിങ്ങളോട് അറിയിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ, അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ആണ്ടിന്റെ ദിവസമാണ്. പ്രത്യേകം യാസീനോദി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്പം തഹ്ലീലൊക്കെ ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു അരമണിക്കൂർ അങ്ങനെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഒരു അല്പം തഹ്ലീല് ചൊല്ലി സൂറത്ത് യാസീൻ ഓതി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെ ഒരു സെഷൻ കൂടെ ഇടയ്ക്ക് ഉണ്ടാകും. എന്നുമല്ല, ചില ദിവസങ്ങളിൽ അങ്ങനെ ചില ആളുകൾ ആവശ്യപ്പെടാറുണ്ട്. ആവശ്യപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ ആളുകൾ പങ്കെടുക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ആമീൻ പറയുന്ന, അവരെ സ്നേഹിക്കുന്ന, മരണപ്പെട്ടുപോയവർ സ്നേഹിക്കുന്നവർ ആമീൻ പറയുന്ന അത്തരം മജ്ലിസും ഇൻഷാ അല്ലാഹ് ചില ദിവസങ്ങളിൽ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹെഡിങ്, നമ്മുടെ ഈ ക്ലാസിന്റെ ഹെഡിങ്ങിൽ അത് നമ്മൾ പ്രത്യേകം കൊടുക്കും. അവരുടെ പേര് അഡ്രസ് അടക്കം കൊടുക്കുന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെ ആണ്ട് ദിനങ്ങളിൽ നമുക്ക് സൂറത്ത് യാസീനൊക്കെ ഓതി ദുആ ചെയ്യുന്ന മജ്ലിസുകൾ അടക്കം ഉണ്ടാകും. അപ്പൊ അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം എല്ലാവരും നാളെ അഥവാ ചൊവ്വാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.